പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 3 മാട്രിസസ് പാർട്ട് 9. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ്, സെക്കൻഡ് സിമെട്രിക് മാട്രിക്സ്, തേർഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്, തുടർന്ന് തിയറം 1, അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്, എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. തിയറം 2 എന്ന രീതിയിൽ, അതായത് എനി സ്ക്വയർ മാട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്, ദാറ്റ് ഈസ് ഇൻവെർട്ടിബിൾ മാട്രിക്സ്. ഫോർ ദിസ് consider capital A equal to matrix 2 3 1 2 and capital B 2 minus 3 minus 1 2. ഇവിടെ ക്യാപിറ്റൽ എ എന്ന 2/2 മാട്രിക്സ്, അതിൻ്റെ ഫസ്റ്റ് റോ 2 3, സെക്കൻഡ് റോ 1 2, ഫസ്റ്റ് കോളം 2 1, സെക്കൻഡ് കോളം 3 2. അതുപോലെ ബിയുടെ ഫസ്റ്റ് റോ 2 minus 3, സെക്കൻഡ് റോ -1 2. ബി എന്ന മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം 2 minus 1, സെക്കൻഡ് കോളം -3 2. We find product AB for this matrix A into matrix B. Matrix multiplication നാം പഠിച്ചത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് നമുക്കിവിടെ കിട്ടുന്നത് 2 into 2 plus 3 into -1, that is 4 minus 3. അതുപോലെ 2 into -3 plus 3 into 2, -6 plus 6. തുടർന്ന് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 into 2 plus 2 into -1, that is 2 minus 2. Second row into second column 1 into -3 plus 2 into 2, that is -3 plus 4. On simplification we get matrix 1 0 0 1. അതായത് ഇവിടെ കിട്ടിയത് എ ബി എന്നതിൻ്റെ പ്രോഡക്റ്റ് 1 0 0 1, അതായത് എ ബി ഈക്വൽ ടു ഐ എന്ന് കിട്ടുന്നു. അതായത് രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതായത് എ ബി ഈക്വൽ ടു 1 0 0 1. ആ സമയത്ത് രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുമ്പോഴാണ് നാം പറയുന്നത്, അതായത് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ, ഓർ വി ക്യാൻ റൈറ്റ് ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്, അതായത് ഇൻവെർട്ടിബിൾ മാട്രിക്സസ്. നമുക്കിപ്പോൾ ഇൻവെർട്ടിബിൾ മാട്രിക്സ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യും. അതായത് ആൾസോ ഇതേ രീതിയിൽ നമുക്ക് കണ്ടെത്താം മാട്രിക്സ് ബി ഇൻറ്റു മാട്രിക്സ് എ ഈക്വൽ ടു ഐ, ഐഡൻറ്റിറ്റി മാട്രിക്സ്. ദർഫോർ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി, ഓർ എ ഈക്വൽ ടു ബി ഇൻവേഴ്സ്. അതായത് രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ, then we say that B is the inverse of A and A is the inverse of B. എയും ബിയും പരസ്പരം ഇൻവേഴ്സ് ആണെന്ന് കാണാം. നമുക്കിവിടെ ഇൻവെർട്ടിബിൾ മാട്രിക്സ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് ഇഫ് ക്യാപിറ്റൽ എ ഈസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ എം ആൻഡ് if there exists another square matrix capital B of the same order M such that AB equal to BA equal to I, then capital B is called the inverse of the matrix of capital A and it is denoted by A inverse. In that case, capital A is the invertible, is said to be invertible. രണ്ട് മാട്രിക്സ് ഇൻവെർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ, അതായത് പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആയിരിക്കണം. അതിനുള്ളൊരു എക്സാമ്പിളാണ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 2 3 1 2 ആൻഡ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു മാട്രിക്സ് 2 -3 -1 2. നമ്മളിവിടെ പഠിച്ചത് ആദ്യത്തെ രണ്ട് തിയറമായിരുന്നു. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക് ആൻഡ് എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. അതുപോലെ തിയറം 2, എനി സ്ക്വയർ മാട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. ഇനി ഇവിടെ തിയറം 3 പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ്
if it exists is unique. ഇതുപോലെയുള്ള തിയറങ്ങൾ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് അവർ സിലബസ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുപോലെ തിയറം 4, if capital A and capital B are invertible matrices of the same order, then AB all inverse equal to B inverse into A inverse. നമ്മളിവിടെ ഈ തിയറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നു. കൂടാതെ എക്സസൈസ് 3.4-ലെ 33 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസും ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ: by using elementary operations find the inverse of the matrix. Question number 33. By using elementary operations find the inverse of the matrix. Capital A equal to matrix 1 2 2 minus 1. For this, first we write capital A equal to I into A. ഇവിടെ capital A എന്നത് മാട്രിക്സ് രൂപത്തിലും I എന്നുള്ളത് അതുപോലെ മാട്രിക്സ് രൂപത്തിലും, റൈറ്റ് സൈഡിൽ വരുന്ന ക്യാപിറ്റൽ A എന്നത് A എന്ന ലെറ്റർ ആയിട്ടും എഴുതുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് രണ്ട് മാട്രിക്സുകളുടെ പ്രോഡക്റ്റ് ഐഡന്റിറ്റി മാട്രിക്സ് ആണെങ്കിൽ അവ പരസ്പരം ഇൻവേഴ്സ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇവിടെ ഫസ്റ്റ് മാട്രിക്സ് ലെഫ്റ്റ് സൈഡിലുള്ള 1 2 2 മൈനസ് 1 എന്നത് 1 0 0 1 എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു എലമെന്ററി റോ ഓപ്പറേഷൻ ഉപയോഗിച്ച്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റ് 1, അതുപോലെ തന്നെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന 2 എന്നുള്ളതിനെ 0 ആക്കുന്നു. തുടർന്ന് 2 2 പൊസിഷനിൽ ഇവിടെ വരുന്ന -1ന്റെ സ്ഥാനത്ത് 1ഉം, അതുപോലെ 2ന്റെ സ്ഥാനത്ത് 1 2 പൊസിഷനിലെ 2ന്റെ സ്ഥാനത്ത് 0യും എത്തിക്കുന്നു ബൈ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. എലമെന്ററി ഓപ്പറേഷനിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എലമെന്ററി റോ ഓപ്പറേഷനാണ്. ഫോർ ദിസ് R2 ടെൻസ് ടു R2 മൈനസ് 2R1. 1 2 എന്നത് ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോയിനെയാണ് R1 എന്ന് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ റോ R2. അതുപോലെ ഫസ്റ്റ് കോളത്തിനെ C1ഉം സെക്കൻഡ് കോളത്തിനെ C2 എന്ന രീതിയിലും നാം ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് R1ന്റെ ഫസ്റ്റ് എലമെന്റ് ഇപ്പോൾ തന്നെ 1 ആണ്. അതുകൊണ്ട് അത് 1 ആക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് 1ന് താഴെ വരുന്ന ഫസ്റ്റ് കോളത്തിൽ വരുന്ന 2 എന്നത് 0 ആക്കുന്നു. അതായത് R2ലാണ് മാറ്റം വേണ്ടത്. R2 ടെൻസ് ടു R2 മൈനസ് 2R1. R2ൽ നിന്ന് ഈ 2 എന്നത് 1ന്റെ ഡബിൾ, അതായത് R1ന്റെ ഇരട്ടി R2ൽ നിന്ന് കുറയ്ക്കുന്നു. ഫോർ ദിസ് ഇവിടെ നമുക്ക് R1ന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് നാം R1 അതുപോലെ എഴുതുന്നു 1 2 1 0 A. ഇനി ഇവിടെ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയുടെ ഇരട്ടി കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 0 കിട്ടുന്നു. അതുപോലെ -1 മൈനസ് -2 that is -5. 0 minus 2 that is -2. 1 minus 2 into 0 that is 1. ഇപ്പം നമുക്കിവിടെ കിട്ടിയത് ഒന്നാമത്തെ റോയിലുള്ള 1 അതിൻ്റെ താഴെ വരുന്ന എലമെന്റ് 0 ആക്കി. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ -5ന്റെ സ്ഥാനത്ത് 1 കൊണ്ടുവരുന്നു. അതായത് അതിൻ്റെ പൊസിഷൻ R2 ആണ്. R2ൽ വരുന്ന -5നെ 1 ആക്കി മാറ്റാൻ വേണ്ടി R2 ടെൻസ് ടു -1/5 R2 എന്ന രീതിയിൽ മാറ്റി എഴുതുന്നു. അവയുടെ മാറ്റം സെക്കൻഡ് റോയിൽ മാത്രം. അതുകൊണ്ട് 0/-5 0, -5/-5 that is 1, -2/-5 2/5, 1/-5 -1/5. ഇനി നമുക്കിവിടെ മാറ്റം വരുത്താനുള്ളത് ഈ 2 ഫസ്റ്റ് റോയിലുള്ള സെക്കൻഡ് എലമെൻ്റായ 2ന്റെ സ്ഥാനത്ത് 0 കൊണ്ടുവരുന്നു. അത് സെക്കൻഡ് റോ ഉപയോഗിച്ചാണ് എന്ന് മാത്രം. അതായത് R1 ടെൻസ് ടു R1 മൈനസ് 2R2. R1 ടെൻസ് ടു R1 മൈനസ് 2R2 ഇംപ്ലൈസ് ഇവിടെ R2ന് മാറ്റമില്ല. അതുകൊണ്ട് നാം R2 അതുപോലെ എഴുതുന്നു 0 1 -2/5 1/5 A നേരത്തെ അതേപോലെ തന്നെ.
ഒന്നാമത്തെ റോ മാറ്റം വരുന്നത് ഒന്നാമത്തെ റോയിൽ നിന്ന് രണ്ടാമത്തെ റോയുടെ ഇരട്ടി കുറയ്ക്കുന്നു. 0യിൽ നിന്ന് കുറച്ചാൽ 1. R1ൽ നിന്ന് R2ൻ്റെ ഇരട്ടി കുറയ്ക്കുന്നു. ദെൻ 2ൽ നിന്ന് 1ൻ്റെ ഇരട്ടി കുറയ്ക്കുന്നു. 2 - 2 0. അതുപോലെ 1ൽ നിന്ന് 2/5ൻ്റെ ഇരട്ടി 1 - 4/5 that is 1/5. 0 - -2/5 that is 2/5. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് റൈറ്റ് സൈഡിൽ 2 മാട്രിക്സ് ആയിരുന്നു. അതിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടിയത്. അതായത് ക്യാപിറ്റൽ I = A മാട്രിക്സ് ഇൻറ്റു ക്യാപിറ്റൽ A. അതുകൊണ്ട് A എന്നതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എയുടെ അടുത്ത് കിടക്കുന്ന മാട്രിക്സ്. Therefore we can write A inverse = 1/5 2/5 2/5 1/5. ഇതേ രീതിയിലാണ് എലമെൻ്ററി റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. Then question number 34. By using elementary operations, find the inverse of the matrix capital A = 1 - 1 2 3. നേരത്തെ ചെയ്ത പോലെ തന്നെ we have capital A = I into matrix A. A എന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടും I എന്നത് 1 0 0 1. റൈറ്റ് സൈഡിലുള്ള A എന്നത് ക്യാപിറ്റൽ A ആയിട്ടും നാം കൊടുക്കുന്നു. ഇവിടെ ഫസ്റ്റ് എലമെൻ്റ് ഇവിടെയും 1 തന്നെയാണ്. ഈ 1 ഉപയോഗിച്ച് R1ലെ 1 തന്നെയാണ്. R2ലെ 2 എന്നത് 0 ആക്കുന്നു. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് R2 tends to R2 - 2R1. R2 - 2R1 ഇംപ്ലൈസ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് റോയിൽ മാറ്റമില്ല. അതായത് 1 - 1 1 0 എന്ന് കിട്ടുന്നു. ഈ 2ൽ നിന്ന് 1ൻ്റെ ഇരട്ടി കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 0 5 - 2 1 ഇൻറ്റു A. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ 5ൻ്റെ സ്ഥാനത്ത് 1 കൊണ്ടുവരണം. അതായത് ഡിവൈഡിങ് ബൈ 5. അതായത് R2 tends to R2/5 ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 - 1 0 1 = 1 0 - 2/5 1/5. ഒരു റോയിൽ എലമെൻറ്റിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള എല്ലാ എലമെൻറ്റിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നർത്ഥം. ഇനി ഇവിടെ നമുക്ക് കിട്ടാനുള്ളത് ഈ -1ൻ്റെ സ്ഥാനത്ത് 0 കൊണ്ടുവരണം. അതായത് R1 tends to R1 + R2. R1 tends to R1 + R2 ആണെങ്കിൽ 1 + 0 1 കിട്ടുന്നു. -1 + 1 അവിടെയും നമുക്ക് 0 ലഭിക്കുന്നു. കൂടാതെ 1 + -2/5 that is 3/5. 0 + 1/5 1/5. അതായത് നമുക്കിവിടെ കിട്ടിയത് അതായത് യൂണിറ്റ് മാട്രിക്സ് = A matrix into A. അതായത് we have A inverse = 3/5 1/5 -2/5 1/5. ഇതേ രീതിയിലാണ് എലമെൻ്ററി റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നത്. Then question number 35. By using elementary operations, find the inverse of the matrix capital A = 2 1 1 1. നേരത്തെ എഴുതിയ പോലെ തന്നെ we have capital A = IA. അതായത് 2 1 1 1 = 1 0 0 1 ഇൻറ്റു ക്യാപിറ്റൽ A. ഇവിടെ 2 എന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 ആക്കി മാറ്റണം. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് പലതരത്തിൽ ചെയ്യാം. അതായത് ഒന്നാമത്തെ റോ രണ്ടാമത്തെ റോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലും ഇവിടെ 1 ലഭിക്കും. ഇവിടെ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയിൽ നിന്ന് സെക്കൻഡ് റോ കുറച്ചാലും 2 - 1 നമുക്ക് 1 ലഭിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതിലെ ഒരു മെത്തേഡായ ഒന്നാമത്തെ റോ ചേഞ്ചസ് ടു R1 - R2. സിംപ്ലിഫൈ ചെയ്താൽ 1 0 1 1 1 - 1 0 1 ഇൻറ്റു A. ഇനി ഇവിടെ നേരത്തെ കഴിഞ്ഞ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ 1 ലഭിച്ചതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ 1 എന്നുള്ളത് 0 ആക്കണം. അതായത് R2ലെ 1 0 ആക്കണം. R2 tends to R2 - R1. രണ്ടാമത്തെ റോ വരുന്നത് രണ്ടാമത്തെ റോയിൽ നിന്ന് ഒന്നാമത്തെ റോ സബ്ട്രാക്ട് ചെയ്തിട്ട്
അതായത് ഫസ്റ്റ് റോന് മാറ്റമില്ല. 1 0 1 -1. ഇവിടെ വരുന്നത് 0. അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ ആണ് കുറയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ 1 വരുന്നു. 0 -1 -1. അതുപോലെ ഇവിടെ -2 ആയിട്ടും വരുന്നു. 0 1 -1. അതുപോലെ ഇവിടെ രണ്ടാമത്തെ റോയിൽ നിന്ന് 1 -1 ദാറ്റ് ഈസ് 2. ഇനി ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് 1 0 0 1 ലഭിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം capital I equal to a matrix into capital A. Therefore A inverse equal to 1 -1 -1 2. Then question number 36. By using elementary operations, find the inverse of the matrix capital A equal to 1 3 2 7. We have capital A equal to I into A. Given matrix capital A equal to I into A. ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഇവിടെയും 1 തന്നെയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് R2 tends to R2 minus 2 R1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോനെ പറ്റി ഒന്നും പറയുന്നില്ല. 1 3 1 0 മാറ്റമില്ല. ബാക്കി ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 minus 2 0, 7 minus 6 1. അതുപോലെ 0 minus 2 minus 2 1 minus 0 1 എന്ന് കിട്ടും. ഇപ്പോഴും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 0 ആക്കുന്നതോടെ ഇപ്പോൾ കൂടെ 1 കൂടി വരുന്നു. നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് R1-ലെ 3 എന്നത് 0 ആക്കണം. അതായത് R1 tends to R1 minus 3 R2 implies we get 1 0 0 1 എന്ന പാറ്റേൺ ഇവിടെ ലഭിക്കുന്നു. അതായത് I equal to a matrix into A എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് A inverse equal to matrix 7 minus 3 minus 2 1. Question number 37. By using elementary operations, find the inverse of the matrix capital A equal to 2 3 5 7. As above, we have A equal to I into A. Capital A given matrix equal to I, that is 1 0 0 1 into capital A. ഇവിടെ ഫസ്റ്റ് എലമെന്റ് 2 ആണ്. നമുക്ക് അവിടെ 1 കൊണ്ടുവരണം. അതായത് ചെയ്യുന്നത് ഒന്നാമത്തെ റോ എന്നത് R1, അതായത് R1 tends to R1 by 2 or 1 by 2 R1 implies നമുക്കിവിടെ കിട്ടുന്നത് 2 കാണുന്നിടത്ത് 1 by 2 by 2 1, 3 by 2 1 by 2 0. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ 5 എന്നുള്ളത് 0 ആക്കണം. അതായത് ഈ 5 എന്നത് R2-ലാണ്. R2 tends to R2 minus 5 R1 implies 1 3 by 2 0 minus 1 by 2 1 by 2 0 minus 5 by 2 1 into A. ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലഭിക്കാനുള്ളത് ഈ -1 by 2ന്റെ സ്ഥാനത്ത് 1 കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ R1 tends to R1 plus 3 R2 implies ഇവിടെ 3 ആക്കി 0 ആക്കി. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നമുക്കിവിടെ 1 കൊണ്ടുവരണം. 1 കൊണ്ടുവരാൻ -2 R1 ചെയ്താൽ 1 0 0 1 equal to -7 3 5 minus 2 into A. അതായത് ഇവിടെ കിട്ടിയത് I equal to a matrix into capital A. Therefore, we have A inverse equal to -7 3 5 minus 2. Question number 38. By using elementary operations, find the inverse of the matrix capital A equal to 2 5 1 3. Answer. We have capital A equal to IA. Capital A 2 5 1 3 equal to I, that is 1 0 0 1 into capital A. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് റോയിൽ 2 5 ആണ്. ഈ 2ന്റെ സ്ഥാനത്ത് നമുക്ക് 1 ആണ് വേണ്ടത്. തുടർന്ന് 2ന്റെ താഴെ വരുന്ന, അതായത്
സെക്കൻഡ് റോയിൽ വരുന്ന അവിടെ 1ന് പകരം 0യും കിട്ടണം. അതിനുവേണ്ടി നാം ചെയ്യുന്നത് R1 ഫസ്റ്റ് റോ എന്നത് 2510, ഇതാണ് ഫസ്റ്റ് റോ. ആ ഫസ്റ്റ് റോയിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് R1 ടെൻസ് ടു 1/2 ഇൻറ്റു R1 ഇംപ്ലൈസ് 2/2 1, 5/2 1/2 0. വേറെ ഒന്നും മാറ്റമില്ല. 1 3 0 1. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഈ 1ൻ്റെ സ്ഥാനത്ത് 0 കിട്ടണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് R2 ടെൻസ് ടു R2 മൈനസ് R1. രണ്ടാമത്തെ റോ വരുന്നത് രണ്ടാമത്തെ റോയിൽ നിന്ന് ഒന്നാമത്തെ റോ കുറയ്ക്കുമ്പോൾ വേറെ മാറ്റങ്ങളില്ല. 1 5/2 1/2 0. ഇവിടെ ലഭിക്കുന്നത് 1ൽ നിന്ന് 1 കുറയ്ക്കും, 3ൽ നിന്ന് 5/2 കുറയ്ക്കുന്നു, 0യിൽ നിന്ന് 1/2 കുറയ്ക്കുന്നു, 1ൽ നിന്ന് 0 കുറയ്ക്കും. നമുക്ക് കുറച്ചാൽ കിട്ടുന്നത് 1 5/2 1/2 0. മാറ്റമില്ല. 1 മൈനസ് 1 0, 3 മൈനസ് 5/2 1/2, 0 മൈനസ് 1/2 മൈനസ് 1/2, 1 മൈനസ് 0 ദാറ്റ് ഈസ് 1. ദെൻ വീണ്ടും നമ്മളിവിടെ ചെയ്യുന്നത് R1 ടെൻസ് ടു R2 മൈനസ് 5R1. അങ്ങനെ ചെയ്യുമ്പോൾ 1 0 0 1/2, 3 മൈനസ് 5 മൈനസ് 1/2 1. ദെൻ ഇവിടെ 1/2 കാണുന്ന സ്ഥാനത്ത് നമുക്ക് 1 ആണ് ആവശ്യം. അതുകൊണ്ട് രണ്ടാമത്തെ റോയിന് ഇൻറ്റു 2, അതായത് R2 ടെൻസ് ടു 2R2 ഇംപ്ലൈസ് സെക്കൻഡ് റോ മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിക്കുന്നു. അതായത് 1 0 0 1 ഈക്വൽ ടു 3 മൈനസ് 5 മൈനസ് 1 2. അതായത് നമുക്കിവിടെ കിട്ടിയത് I equal to a matrix into capital A. Therefore, A inverse equal to matrix 3 minus 5 minus 1 2. Question number 39. By using elementary operations, find the inverse of the matrix capital A 4 5 3 4. Answer: we have capital A equal to I into capital A. Given matrix capital A 4 5 3 4 equal to capital I 1 0 0 1 into letter A. ഇവിടെ നമുക്ക് വേണ്ടത് 4 എന്നതിൻ്റെ സ്ഥാനത്ത് 1 ആണ് ലഭിക്കേണ്ടത്. പലതരത്തിൽ ചെയ്യാം. R1നെ R1ൽ നിന്ന് R2 കുറച്ചാലും ലഭിക്കും. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. 4 മൈനസ് 3 1, 5 മൈനസ് 4 1, 1 മൈനസ് 0 1, 0 മൈനസ് 1 മൈനസ് 1. ഇനി നമുക്ക് ലഭിക്കേണ്ടത് 3യുടെ സ്ഥാനത്ത് R2ൽ വരുന്ന 3യുടെ സ്ഥാനത്ത് 0 കിട്ടണം. അതായത് R2ലാണ് 3 വരുന്നത്. അതായത് R2 ടെൻസ് ടു R2 മൈനസ് 3R1 ഇംപ്ലൈസ് 1 1 1 മൈനസ് 1. അത് പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല, കാരണം R1നെ പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല. ഇവിടെ 3ൽ നിന്ന് 1 ഇൻറ്റു 3 കുറയ്ക്കുന്നു, 4ൽ നിന്ന് 3 കുറയ്ക്കുന്നു, 0ൽ നിന്ന് 3 കുറയ്ക്കുന്നു, 1ൽ നിന്ന് മൈനസ് 3 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 1 0 1 1 മൈനസ് 1 മൈനസ് 3 4 ഇൻറ്റു A. ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ റോയിലുള്ള 1 ലഭിച്ചു. ഫസ്റ്റ് റോയിലുള്ള 1ൻ്റെ സ്ഥാനത്ത് 1 2 പൊസിഷനിലെ 1ൻ്റെ സ്ഥാനത്ത് 0 കിട്ടണം. അതായത് R1 ടെൻസ് ടു R1 മൈനസ് R2 ഇംപ്ലൈസ് നമുക്ക് ലഭിക്കുന്നത് 1 0 0 1 ഈക്വൽ ടു കുറച്ചാൽ 1 മൈനസ് മൈനസ് 3, അതാണ് ഇവിടെ 4, മൈനസ് 1 മൈനസ് 4 ദാറ്റ് ഈസ് മൈനസ് 5. ഇപ്പം നമുക്ക് കിട്ടിയത് capital I equal to a matrix into capital A. Therefore, A inverse equal to 4 minus 5 minus 3 4. Then question number 40. By using elementary operations, find the inverse of the matrix capital A equal to 3 10 2 7. We have capital A equal to I into A.
Given matrix capital A equal to I into letter A. ഇവിടെ ചെയ്യുന്നത് 3, 10, 2, 7 പലതരത്തിൽ ചെയ്യാം. R1ലെ 3യിൽ നിന്ന് R2ലെ 2 കുറച്ചാലും നമുക്കിവിടെ 1 ലഭിക്കും. അതാണ് ഇവിടെ നാം ചെയ്യുന്നത്. 3 minus 2 1, 10 minus 7 3, 1 minus 0 1, 0 minus 1 minus 1. Then ഇനി 2 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് 0 കൊണ്ടുവരണം. അതായത് R2 tends to R2 minus 2R1 implies 1 3 0 1, 1 minus 1 minus 2 3 into A. Then നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് R1ലെ ഈ 3ക്ക് സ്ഥാനത്ത് R1 tends to R1 minus 3R2 implies 1 0 0 1 into equal to matrix 7 minus 10 minus 2 3. അതായത് 1 minus 3 into 0, 3 minus 3 0, 1 minus 6, 1 minus 6 that is 7. അതുപോലെ minus 1 minus 3 into 3 that is minus 10. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് I equal to a matrix into capital A. Therefore A inverse equal to 7 minus 10 minus 2 3. Okay, thank you. Have a nice day. ഈ ചാപ്റ്ററിൽ വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Okay, thank you.